നമ്മൾ പറമ്പിൽ നിന്ന് വെട്ടിക്കൊണ്ടുവന്ന റോബസ്റ്റാ കൊലയെ നമ്മൾ ചിപ്സ് ആക്കിക്കൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് 2 ട്രിപ്പ് വറുത്ത് കോരിയതായത്. അത് നമ്മൾ എണ്ണ ബാലൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ എണ്ണയ്ക്കകത്ത് തന്നെ വറുത്ത് കോരി എടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഇത് 2 ട്രിപ്പ് വറുത്ത് കോരി ബാക്കി വറുത്തുകൊണ്ടിരിക്കുക അടുക്കളയിൽ. നമ്മുടെ അന്തരീക്ഷം എല്ലാം നല്ല ക്ലിയർ ആയി കേട്ടോ. മഴയെല്ലാം പോയി നല്ല തെളിഞ്ഞ് നല്ല അടിപൊളി ചൂടും ഒക്കെ ആയി. നമ്മളവിടെ വാഴക്കൊക്കെ ഇവിടെ ചമ്മന്തിപ്പൊടിക്കുള്ള തേങ്ങ ഇരണ്ടുന്നു, അവിടെ വാഴക്ക വറക്കുന്നു, ഇവിടെ തേങ്ങ ഇരണ്ടുന്നു. ഇതങ്ങോട്ടേ കോരി കഴിയുമ്പോഴേ ഇങ്ങോട്ട് വെക്കാം. അല്ലെ പിന്നെ ഞങ്ങള് തീ കത്തിക്കണം, ഗ്യാസ് എടുത്ത് വെക്കണം, ഉരുളി കഴുകണം, അതൊന്നുമല്ലല്ലോ. ഇതങ്ങോട്ട് കോരി അന്നേരം ഇതിനകത്തോട്ട് ഇടാവല്ലോ. അത് അരിഞ്ഞിട്ട് വാഴക്ക അരിഞ്ഞിട്ട് ഇവിടെ വന്ന് തേങ്ങ ഇരണ്ടു. അപ്പൊ അത് മൂത്ത് വരുമ്പോഴേക്കും അത് കോരാറാകുമ്പത്തേനും പിന്നെ ചെന്നാൽ മതിയല്ലോ. അവിടെ ഇത്ര നേരം കൊണ്ട് തേങ്ങ ഇരണ്ട. നമ്മൾ സമയം വെറുതെ കളയരുത്. പാത്രം എടുത്തുണ്ടോ? തരാം. കോഴിക്കറിയുടെ ഓർമ്മയേ ഉള്ളൂ. കോഴിക്കറി ഇല്ല, പിടി മാത്രം. അടുക്കളയിലേ നല്ല പരിപാടി നടന്നുകൊണ്ടിരിക്കുക. നിനക്ക് എന്നാ തരാന്ന് പറഞ്ഞാ പിടി കോഴിയില്ല, പിടി മാത്രമേ കിട്ടിയുള്ളൂ. എന്നാലും ഞാൻ ചെയ്യാം, ബണ്ണെടുത്ത് ബണ്ണും കൂടെ കൂട്ടിയും കുടിക്കും. അത് കൊള്ളത്തില്ല. അത് കൊള്ളാൻ കുഴപ്പമൊന്നുമില്ല, നല്ലതാ. ഇത് തന്നെ ചാല ഒരുപാട് കൊടുത്തേരെ. പിന്നെ അടുക്കള ഇരിപ്പുണ്ട്. ആണോ? കോഴിക്കറി ഇല്ലല്ലോ. ഞാൻ എന്റെ വായിലും പിടിയും കോഴിക്കറിനെ വരത്തുള്ളൂ. നമ്മള് വാഴക്കയെല്ലാം വറുത്ത് കോരി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി ചമ്മന്തിപ്പൊടിക്കെല്ലാം വറുത്ത് വെച്ചു. ചമ്മന്തിപ്പൊടിക്കുള്ള തേങ്ങ വറുത്ത സമയത്ത് നമ്മുടെ ക്യാമറാമാൻ എവിടെയോ പോയിട്ട് ഇപ്പോഴാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് ഇപ്പം പൊടിച്ചെടുക്കാതിരിക്കുന്നത്. അതിപ്പോഴാ അത് തണുത്ത് വന്നത്. തണുത്തിട്ട് വേണം പൊടിക്കാൻ. ഒരുമാതിരി ഒന്ന് തണുക്കണം, എന്നാലേ പൊടിക്കാൻ പറ്റുള്ളൂ. ഇനി അതിനുള്ള പുളിയാണിത്. ഇത് വാളംപുളി കുരുവ് കുത്തി എണ്ണയും കുരുമുളകും ഒക്കെ പൊടിയൊക്കെ പരട്ടി ഈ പുളിയെ കുറച്ച് ജാറിനകത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഞുറുക്കിയിടും. ഇത് കുരുവൊക്കെ കളഞ്ഞ് നല്ല ഉണങ്ങി സൂപ്പറായിട്ട് വെച്ചിരിക്കുന്ന പുളിയാണ്. ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇടും. എത്ര വേണോ അത്രയും സാധനത്തിനുള്ള പുളി. ഇതിനകത്ത് എന്തേലും അരയ്ക്കുന്നുണ്ടോ അതിനുള്ള ചേരുന്ന പുളിയാണ്, ഉപ്പാണ് ഇടുന്നത്. ഇത് അപ്പൊ ഈ തേങ്ങ വറുത്തതിനകത്ത് എന്തെല്ലാം ഇട്ട്? ഇഞ്ചി, അതിന് ചേരുന്ന ഇഞ്ചി, 2 കഷ്ണം വെളുത്തുള്ളി, ചുമന്നുള്ളി, കറിവേപ്പില, കുരുമുളക്, പിന്നെ ഉഴുന്നുപരിപ്പ് വേണ്ടിയവർക്ക് ചേർക്കാം, പിന്നെ കടലപ്പരിപ്പ് വേണ്ടിയവർക്ക് ചേർക്കാം, അല്ലാത്ത പരിപ്പ് വേണ്ടിയവർക്ക് ചേർക്കാം. അതൊക്കെ അവനവന്റെ ഇഷ്ടം. ഞാൻ ഇതിനകത്തിപ്പം എണ്ണയ്ക്കകത്ത് ഇച്ചിരി ഉഴുന്നുപരിപ്പ് വറുത്തിട്ടു. ഒരു 2 സ്പൂണേ ഇടുള്ളൂ. കലാപരിപാടി എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നത്തെ നമ്മുടെ പണിയാട്ടോ ഇത്. ഇന്നത്തെ ഉച്ച വരെ തുണി കഴുകാനൊക്കെ ഉണ്ടായിരുന്നു, പോയിട്ട് വന്നതിൻ്റെ എല്ലാം. അതുകൊണ്ട് ഉച്ച കഴിഞ്ഞത്തെ പണിയായത്. നമ്മുടെ റോബസ്റ്റാ കൊല വറുത്തു, പിന്നെ കുറച്ച് കപ്പ വറുത്തത് ഉണ്ടായിരുന്നത് വറുത്തു, പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി. ഇത്രയും കൊള്ളാല്ലേ? അപ്പം ഞങ്ങൾക്ക് തന്നെയാ എല്ലാം കൂടെ ബുദ്ധിമുട്ടൂലി. അത് മതിയല്ലേ, കാശ് അത് ഞങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.